തൃശൂർ മണ്ഡലത്തിൽ CPIM BJP അന്തർധാരയെന്ന ആരോപണവുമായി TN പ്രതാപൻ MP. BJPക്ക് വോട്ട് ചെയ്തുവെന്ന് CPIM പ്രവർത്തകർ തന്നോട് പറഞ്ഞതായി TN പ്രതാപൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിരവധി CPIM പ്രവർത്തകർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. CPIM BJP അന്തർധാരയിൽ സുനിൽകുമാറും CPIയും ബലിയാടായി. പോളിംഗ് തീർന്നതോടെ കരുവന്നൂർ കേസും ഇല്ലാതായെന്നും TN പ്രതാപൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണാനിനി ദിവസങ്ങൾ മാത്രം. വലിയ ആശങ്കയിലും പ്രതീക്ഷയിലുമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഈ കോൺഗ്രസിന്റെ മുന്നേ സ്ഥാനാർത്ഥിയായിരുന്നു, പിന്നീട് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് അതിനുശേഷം സ്ഥാനാർത്ഥിയായി വന്ന് കെ മുരളീധരൻ. അത്തരത്തിൽ വലിയ സംഭവവികാസങ്ങളിലൂടെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം കടന്നുപോയത്. ഇപ്പോൾ TN പ്രതാപൻ, ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ച TN പ്രതാപൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ദിവസങ്ങൾ മാത്രം, നെഞ്ചിരിപ്പുണ്ടോ? ഒരിക്കലുമില്ല. ഭയങ്കര ആത്മവിശ്വാസമാണ്. ഒരുപക്ഷെ ഇതുപോലെ കോൺഫിഡൻസ് കഴിഞ്ഞ ഇലക്ഷനാണ് ഉണ്ടായത്. അതിന് മുൻപത്തെ ഇലക്ഷനൊക്കെ UDF നെഞ്ചിരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ളത്. കോൺഫിഡൻസ് എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം എന്നുള്ളത് ഞങ്ങൾ ബോധ്യപ്പെട്ട ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. 100% ഉറപ്പാണ് ഞങ്ങൾ ജയിക്കും. ഈ പല റിപ്പോർട്ടുകളും പറയുന്നത് ഒരു അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്, ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ഒഴുക്ക് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ടെന്നൊക്കെ വാർത്തകളും പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിരുന്നു? ശരിക്കും ഞങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പോളിംഗ് ബൂത്തിനകത്ത്, അതായത് സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനകത്ത് ഉപയോഗിച്ച വോട്ടർ പട്ടിക ഞങ്ങൾ എല്ലാവരോടും എടുക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് LDF പ്രത്യേകിച്ചും CPM പല കുടുംബങ്ങളിലെയും വോട്ടുകൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. അറിയപ്പെടുന്ന പാർട്ടി പ്രവർത്തകന്മാർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. അത് ഒരു അടിയൊഴുക്കിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ട്? ഒന്നുകിൽ പിണറായി സർക്കാരിനോടുള്ള സ്വന്തം പാർട്ടിക്കാരുടെ അതിർത്തി പ്രകടമാക്കുന്നതാണ് വോട്ട് ചെയ്യാൻ പോവാത്തതിൻ്റെ ലക്ഷണം. ചില CPM പറയണ്ടായി, ഞങ്ങൾക്ക് കോൺഗ്രസിനോട് ഭയങ്കരമായ വിരോധം, ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല, ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു അപകടകരമായ ഒരു അന്തർധാര തൃശ്ശൂർ കൊണ്ടുപോകും എന്നുള്ളത്. ഈ വോട്ട് ചെയ്യാൻ പോകാത്ത CPM ആളുകൾ ഞങ്ങൾ കണ്ടെത്തിയതും വോട്ട് ചെയ്തവരിൽ ചില ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞതുമൊക്കെ ആ അന്തർധാരയുടെ ഭാഗമാണോ എന്ന് ബലമായ സംശയം ഉണ്ട്. OBC SC വോട്ടുകളിൽ LDF കൂടെ ഉണ്ടായിരുന്ന വോട്ടുകൾ കഴിഞ്ഞ ശബരിമല ഇഷ്യൂയോടുകൂടി ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. കുറേ BJPക്ക് കുറേ വോട്ട് പോയിട്ടുണ്ട്. ആ വോട്ട് തിരിച്ചു കൊണ്ടുവരാൻ LDF കഴിഞ്ഞിട്ടില്ല. കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ED ഭയങ്കരമായി പിടിമുറുക്കിയിരുന്നു. ആ പിടിമുറുക്കിയ EDയെ അതിൽ നിന്നും പിന്നോട്ട് മാറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ധാരണയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ CPM സഹായിക്കുക എന്നുള്ളത്. പാവം VS സുനിൽകുമാറും CPIയും ബലിയാടുകൾ ആവുകയാണ്. 4-ാം തീയതി ഉച്ചയാകുമ്പോഴേക്കും മനസ്സിലാകും CPIക്ക് അവർ ബലിയാടായതിന്. ഞങ്ങളുടെ കയ്യിൽ അതിന് പ്രൂഫുണ്ട്. ഞങ്ങൾ കളക്ട് ചെയ്ത പോളിംഗ് സ്റ്റേഷനകത്ത് വോട്ടർ പട്ടികയിൽ വോട്ട് ചെയ്യാത്ത ആളുകളുടെ പട്ടിക കൗണ്ടിങ് കഴിഞ്ഞാൽ ഞങ്ങൾ CPIയുടെ ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കാൻ സന്നദ്ധമാണ്. ഏതായാലും CPM വോട്ട് BJPക്ക് പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ TN പ്രതാപൻ, നിലവിലെ MP, ആരോപിക്കുന്നത്. അത് എത്രമാത്രം ആഴത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് അവർക്ക് ആശങ്കയില്ല. എങ്കിലും എന്തു തന്നെയായാലും UDF ജയിക്കുമെന്ന ആത്മവിശ്വാസം നിലനിർത്തുകയാണ്. റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശൂർ. ഓക്കെ, എന്തായാലും നമുക്കറിയാം ജൂൺ 4-ാം തീയതി ഇനി അടുത്തല്ലേ ദിവസമുള്ളൂ. ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ അറിയാം. പെട്ടിയിൽ ആര് കയറി, പൊട്ടിയത് ആര് പൊട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇന്ത്യ മുന്നണിയോ മോദിയോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം ജൂൺ 4-ാം തീയതി. അതായത് ഇനി ഒരാഴ്ച കൂടി സമയം ബാക്കി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെല്ലാവരും കരുതിയിരിക്കുക. ഒട്ടേറെ പുതുമയോടുകൂടിയായിരിക്കും ഇത്തവണ പ്രേക്ഷകർക്ക് വോട്ടെണ്ണൽ ദിനം ഒരു പ്രത്യേക അനുഭവമാക്കി നമ്മൾ മാറ്റുക. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കും ആ വോട്ടെണ്ണൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ നെഞ്ചിടിപ്പ് നമുക്കെല്ലാവർക്കുമുണ്ട്. നമ്മൾ തന്നെ നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങളുണ്ട്, എക്സിറ്റ് പോളുകളുണ്ട്. ആ എക്സിറ്റ് പോളുകളൊക്കെ പ്രേക്ഷകർ അനുഭവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. വോട്ടെണ്ണൽ ദിവസം നമുക്ക് അവിസ്മരണീയമാക്കി മാറ്റാം.